Is that letter? Is that letter? Yeah. Hey, very good. Assalamualaikum, welcome back. അപ്പോൾ ഇതാ സുമോൻ ഇതാ രാവിലെ തന്നെ ഇതാ ചായക്ക് കൊടുക്കുകയാണ്. നമ്മളെ നോമ്പിൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹസുവിന് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ അവന് സ്നാക്സൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അവനെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കില്ലേ, രാവിലെ എണീക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഹസുവിന് എന്തായാലും ഇന്നോട് ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് അവന് ഫുൾ ലീവാണ്, 2 മാസം ലീവാണ്. അപ്പോൾ ഇത് അവന് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിത് അവനെ സ്കൂളിൽ പറഞ്ഞേക്കുകയാണ്. അവന് എക്സാം ആണ് കേട്ടോ. അപ്പോൾ ഉച്ച വരെയുള്ള എക്സാം. അപ്പോൾ അതിന് മുന്നേ നമ്മളെല്ലാം അവന് സെറ്റ് ചെയ്തിട്ട് നമ്മളിതാ അവന് 8:30 വണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളെല്ലാം അവന് സെറ്റാക്കി അവനെ റോട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിമ്പിളായിട്ടുള്ള സ്നാക്സൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹസുവിന് വേണ്ടിയിട്ടുള്ള ബാഗിൽ ഇതാ ഉമ്മ എല്ലാം സെറ്റാക്കുന്നുണ്ട്. കാരണം ഉമ്മക്ക് ബാഗിലെല്ലാം സെറ്റാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉമ്മയാണ് ഇതൊക്കെ സെറ്റാക്കൽ. അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഹസ്മോൻ എന്നത് അവൻ്റെ ഷൂ ഒക്കെ ഇട്ട് അവൻ സെറ്റാകുന്നുണ്ട്. അപ്പോൾ എനിക്കിതെല്ലാം അറിയും. ഞാൻ സ്കൂളിൽ നിന്നൊക്കെ ഞാൻ തന്നെ ഇടയില്ലെന്ന് പറഞ്ഞിട്ട് ആളിടുന്നുണ്ട്. ഉമ്മത ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ചിലപ്പം ചായ ഒന്നും കുടിക്കില്ല പോകുമ്പം. അതിന് മുന്നേ ഞാൻ കുടിച്ചില്ലേന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ചായയൊക്കെ കുടിച്ച് അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൽ പോവുക നല്ല കുട്ടിയോ. സ്കൂളിൽ പോട്ടെ മമ്മ. സലാം കൊടുത്താളെ മമ്മക്ക്. സലാം കൊടുത്താളെ. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങണം കേട്ടോ, ബസ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ വണ്ടിമ്മലാണ് അവർ ഇങ്ങോട്ട് കൊണ്ടുവരാറ്. അപ്പോൾ അവൻ്റെ സ്കൂൾ ബസ് ഇപ്പോൾ 2 ദിവസമായിട്ട് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ താൽക്കാലികമായിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് കൊണ്ടുപോകുന്നത്. അതാട്ടെ ഈ ഒരു ബസ് അവർക്ക് സ്കൂൾ ബസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം രാവിലെ നമ്മളെല്ലാം ക്ലീനിങ്ങിലായിരുന്നു. ഹസ്ബൻഡ് ബുക്ക് അവനെ വായിപ്പിച്ചതൊക്കെ ആകെ അലങ്കോലാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ബുക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ കൂടെ തന്നെ നമ്മളെ നോമ്പിൻ്റെ പരിപാടികളും അതുപോലെ തന്നെ വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കുന്നതും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഇന്ന് നല്ല സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മളെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഞാൻ ഈ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മുടെ അകത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അലക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പെയർ ഡ്രസ്സ് ഇല്ലേ, നമ്മൾ ഫുൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിലൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒലിമ്പിയിടാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ കൊറിയർ ഓഫീസ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമുക്ക് DTDCയിലും പോസ്റ്റിലൊക്കെ അയക്കാനുണ്ട്, ഡ്രസ്സ് ഉണ്ട്, അതുപോലെ ക്രീമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ പുതിയ അപ്ഡേഷൻ ചെയ്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ പോസ്റ്റ് ഓഫീസിലോ DTDCയിലൊക്കെ പോകാനുണ്ട്. നമ്മളെ റോസ് പെറ്റൽസ് ബോട്ടിക്കത്തെ ഓർഡേഴ്സ് കുറേ വന്നിട്ടുണ്ട്, ഡ്രസ്സും വന്നിട്ടുണ്ട്, പിന്നെ ക്രീമെല്ലാം കൂടി കൊണ്ടുപോവാണ്. പിന്നെ നമ്മുടെ ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ഞാനിതാ ഒരു മയോണൈസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അധികം ആൾക്കാർ കോഴിമുട്ടൊക്കെ വെച്ചിട്ടാണ് കാണിക്കല്. ഇത് കോഴിമുട്ടൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ 1/2 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ വെളുത്തുള്ളി, ഒരു 4 പീസ് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പുകൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഒരു ഫ്ലേവറിന് മാത്രം കേട്ടോ. അത് കൂടി അടിച്ചതിന് ശേഷം ഇതാ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തെടുത്ത് ഞാൻ നല്ല രീതിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണ് കേട്ടോ. നമ്മൾ പച്ചമുട്ട ഒന്നും ആഡ് ചെയ്യാത്തതാണ്. അതൊക്കെ ഞാൻ അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ ഇതാ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് കറി ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് ഇതാ എല്ലാതരം മസാലകളും ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ എല്ലാ പൗഡറും ഇട്ടിട്ട് ഇതാ ഉമ്മ ബീഫ് കറി വെക്കാറുണ്ട്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ലാസ്റ്റ് ഇത്
തൂമ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലേക്ക് തന്നെയാണ് ഉമ്മ ചിലപ്പോൾ അരിഞ്ഞിടാറ് കേട്ടോ, നമ്മൾ ഉള്ളിയും എല്ലാം. അപ്പോൾ അതിന് ശേഷം കുറച്ച് പച്ചമുളകും പിന്നെ കരിവേപ്പിൻ്റെ എല്ലാം അതിലിട്ടിട്ടുണ്ട്, നമ്മൾ ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഉമ്മ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ തേങ്ങ അരക്കൊക്കെ ചെയ്യട്ടെ. പക്ഷെ ഇന്ന് നമ്മൾ മുളകിട്ട് കറിയാന്ന് വെക്കുന്നത്. ഇന്നലെ നമ്മൾ ചിക്കൻ വറുത്തരച്ച കറിയാണ് വെച്ചത്. അപ്പോൾ ഇന്ന് മുളകിടാന്ന് പറഞ്ഞിട്ട് ഉമ്മ അതെല്ലാം ഡയലൂട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിലാണ് ബീഫ് കറി വെച്ചുണ്ടാക്കുന്നത്. ആ അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഞാനിതാ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കാണിച്ചു തരാം. സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാപ്സിക്കം, കക്കരിക്ക, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കുള്ള അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ട് അരിയാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. മിക്സിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് കുടഞ്ഞതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അരിഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ ക്യാപ്സിക്കം എൻ്റെ മെഷീനിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ പാത്രം ഒക്കെ വാങ്ങിക്കുന്ന കടയിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു എല്ലാ വീട്ടമ്മമാരും വാങ്ങേണ്ട ഒരു ഇതാണ് കേട്ടോ. കാരണം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഏത് വെജിറ്റബിളും കട്ട് ചെയ്തെടുക്കാൻ, കണ്ടില്ലേ, കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ജസ്റ്റ് അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര പെട്ടെന്ന് അറിയാം നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞാൻ ക്യാപ്സിക്കം ആയാലും കക്കരിക്ക ആയാലും നമ്മുടെ ക്യാബേജൊക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിയിലത്തെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീര് കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിയിൽ നിന്ന് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഉമ്മ ഇവിടെ പത്തിരിയൊക്കെ പരത്തുന്നുണ്ട്. ഞാനിവിടെ ബാക്കിയുള്ള പരിപാടി എടുക്കുമ്പോൾ ഉമ്മ പത്തിരിയൊക്കെ ാണ്. അപ്പോൾ നമ്മൾ ഇന്നും പത്തിരിയാണ്, നാളെ മുതലൊക്കെ വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തത് ഒന്ന് മിക്സിയിലൊന്ന് ക്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾ ഒന്നും നമ്മൾ വേവിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വെജിറ്റബിളൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മയോണൈസ് ആഡ് ചെയ്ത് നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റുള്ള മയോണൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇതിലേക്ക് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പച്ചക്കറി ഒന്നും വേവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനൊരു ഡ്രിങ്ക് കാണിച്ചപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് വേവിക്കണമെന്ന്. ക്യാരറ്റ് വേവിക്കാതെയാണ് നമ്മൾ ആ ഒരു ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാലയുടെ ആഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നല്ല സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നല്ല മിക്സ് ചെയ്തിട്ട്
ഇതാ ഈ ഒരു പാകമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ എണ്ണയിൽ കൂടുതൽ കളിക്കാത്തൊരു സംഭവമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ബ്രെഡിൻ്റെ ആ 4 ഭാഗങ്ങളിലുള്ള ബ്രൗൺ ഷെയ്ഡ് ഞാനിതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഉള്ള ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് പാനിലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഉമ്മ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫ് കറി ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ അത് ലാസ്റ്റാണ് ഉമ്മ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വറവിടുകയാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ എണ്ണയിലില്ലാത്ത പരിപാടിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എങ്കിലും എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അടുത്ത വീഡിയോയുടെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിച്ചിട്ടുള്ള മയോണൈസിൽ കുറച്ച് കെച്ചപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആ ബ്രെഡിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം, അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊരു ബ്രെഡ് കൂടി ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മളെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ചില ആളുകളുണ്ടാവും ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണയൊക്കെ കുടിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഉമ്മാക്കും ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇക്കാൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡ്രിങ്ക് കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ക്ഷീണൊക്കെ മാറിയതിൻ്റെ ശേഷം ഇക്കതാ സോഡ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു സോഡയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നൈറ്റിലൊരു ദം സോഡയൊക്കെ കുടിക്കാൻ പോകണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ മുളകും ഒക്കെ ഇട്ടിട്ട് സോഡയൊക്കെ ഇട്ട് എനിക്കിതാ ഒരു ദം സോഡ തരുന്നുണ്ട്, ഇക്കാൻ്റെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പിന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതിനുശേഷം ഞങ്ങളിതാ ആ ഒരു ക്ഷീണമൊക്കെ മാറിയതിൻ്റെ ശേഷം നമ്മളിതാ അരീക്കോട് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ ഷോപ്പിലേക്കും പോകണം, പിന്നെ നമുക്കിതാ എന്തെങ്കിലും സോഡയൊക്കെ കുടിക്കാം. ഇപ്പം നമ്മൾ അങ്ങാടികളിലൊക്കെ ദം സോഡ ആയിട്ടും അതുപോലെ തന്നെ കുലുക്കി സർബത്ത് അങ്ങനെ കുറേ ഡ്രിങ്കുകൾ ഉണ്ടാവില്ലേ. അപ്പം ഞാനും ഹസ്മോനും ഇക്കൂടി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 8 മണി 7 മണി ആ ഒരു ടൈമിൽ എന്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ പോകണ്ടെന്ന് വിചാരിച്ച്, ഫസ്റ്റ് നോമ്പല്ലേ, രണ്ടാമത്തെ നോമ്പിന് പോകാമെന്ന് വിചാരിച്ച്. ഞങ്ങൾ എല്ലാ നോമ്പിനും നമ്മൾ ദം സോഡയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു വന്ന ടൈമിൽ. പിന്നെ നമ്മൾ പോകുന്നതിന് ശേഷം നല്ല ക്രൗഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഡ്രിങ്ക് ഉണ്ട്, ഏത് കുടിക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അത് വലിയൊരു പോലെ നമുക്ക് മൊജിറ്റോ ഉണ്ടാക്കി തരുന്നുണ്ട്. അതിൽ നല്ല സ്പൈസ് വേണമെന്ന് വെച്ചാൽ നമ്മൾ മീഡിയം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഒരുപാട് അരീക്കോട് തന്നെ ഒരുപാട് ഏരിയകൾ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്, എല്ലാ അങ്ങാടിയിലുണ്ട്. അധികം ചെക്കന്മാരൊക്കെ കുടിക്കലേറെ സംഭവമല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ റമലാനിലും ഉണ്ടാകുന്ന ഒരു സ്ഥിര സ്പോട്ടാണ്. അപ്പോൾ അതിൽ ബ്ലൂ ആയിട്ടുള്ള കളറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുടിച്ചു നോക്കിയിട്ടാണ്. സംഭവം എന്തായാലും പൊള്ളിയായിരുന്നു. 50 രൂപയാണ് ഈ ഒരു സംഭവം റേറ്റ് വരുന്നത്. അപ്പോൾ ഹസ്മോൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാനും ഇക്കിതാ കുടിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. അടുത്തൊരു വീഡിയോ വരുന്നേരെ ബായ്.